ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കാനഡ ഡേയ്സ്. അപ്പം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ജസ്റ്റ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം എന്നെ അറിയാത്തവർക്ക് എന്നെ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സീനു. ഞാനിവിടെ കാനഡയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം ആക്ച്വലി 5 വർഷമാകുന്നു. ഞാനിതിന് മുന്നേ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സൗദിയിൽ കുറച്ച് വർഷം വർക്ക് ചെയ്തു, പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് ചാടി. അപ്പം ഇതൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുള്ള കാര്യങ്ങളാട്ടോ. അപ്പം ഇന്നത്തെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കമന്റ് സെക്ഷനിൽ കുറച്ച് പേര് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാനഡയിൽ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും? ഇപ്പം ഒരാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 ലക്ഷം സാലറി ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു 1 ലക്ഷം സേവ് ചെയ്യാൻ പറ്റില്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ചെലവ്, അതുപോലെ ചെലവ് കുറഞ്ഞ പ്രോവിൻസ് ഏതാ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുവാണേ. നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ 5 വർഷം ഇവിടെ ആയിട്ടുള്ളൂ. അപ്പം വലിയ എക്സ്പീരിയൻസ് എനിക്കൊന്നും ഇല്ല, എന്നാലും നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ഇത്ര നാളത്തെ എടുത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ ചെലവ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ശരിക്കും കംപ്ലീറ്റ്ലി പേഴ്സണൽ ആണ്. അത് എന്താ പറയാ, നമുക്ക് ഇൻകം ഉള്ളതാണ്. സാലറി ശരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണല്ലോ. അതായത് ഇപ്പം നാട്ടിലാണെങ്കിലും ഇപ്പൊ എനിക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ 2 വർഷം ഇവിടെ കാൽക്കുലേറ്റ് ആവും. അപ്പം ഗ്യാപ്പ് ഇല്ലെങ്കിൽ, മുന്നേ ഒക്കെ എപ്പോഴും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അത് വേവ് ആയി പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും ഇപ്പോഴത്തെ കറന്റ് കനേഡിയൻ എക്സ്പീരിയൻസും തമ്മിൽ ഇപ്പം ഒരു 3 വർഷമാണെന്ന് തോന്നുന്നു, 2-3 വർഷത്തിൽ കൂടുതലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവര് നമ്മുടെ ഇന്ത്യൻ എക്സ്പീരിയൻസ് അവർ ആഡ് ചെയ്യാറില്ല. അത് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ പോളിസീസ് വേറെയാണ്. ഇപ്പം ഞങ്ങൾ കറന്റ് വർക്ക് ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഫ്രണ്ടിനും, അതുപോലെ നമ്മുടെ നാട്ടിലല്ല, അതുപോലെ നോർത്തിൽ നിന്ന് വന്ന ഒരു പഞ്ചാബി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾക്ക് ആക്ച്വലി നാട്ടിൽ എനിക്ക് തോന്നുന്നു 6-7 വർഷം എക്സ്പീരിയൻസ് ഉള്ളതാ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആൾക്ക് ഗ്യാപ്പ് വന്നു. പക്ഷെ അതുകൊണ്ട് ഇവരുടെ നാട്ടിലെ എക്സ്പീരിയൻസ് ഇവിടെ കൗണ്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രണ്ടിനും അത് സംഭവിച്ചു. അപ്പം ഈ എന്താ പറയാ, നമ്മുടെ സാലറി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിരിക്കും. പിന്നെ അതുപോലെ എന്താ പറയാ, നമ്മളെ ഹോസ്പിറ്റലിലാണോ അതോ റിട്ടയർമെന്റ് ഹോം അങ്ങനെയൊക്കെയാണോ, ഓൾഡ് ഏജ് ഹോം അങ്ങനെയാണ്. അപ്പൊ അതിനനുസരിച്ച് മാറ്റമുണ്ട്. അതുപോലെ പ്രോവിൻസ് ടു പ്രോവിൻസ് സാലറി മാറ്റമുണ്ട്, ടാക്സ് മാറ്റമുണ്ട്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ബാധിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് കേട്ടോ. അതാണ് നമ്മുടെ ഫാക്ടർ നമ്പർ 1 എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. അത് നമ്മുടെ ഇൻകോ, അത് നമ്മൾ ഏത് പ്രൊവിൻസിലാണ് ജീവിക്കുന്നത് അവിടുത്തെ ടാക്സ്. അപ്പം ഓക്കെ, രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സ്. അതായത് നമ്മൾ റെന്റിലാണോ, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങി നമുക്ക് മോർഗേജ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങള് റെന്റിലായിരുന്നു, ഞങ്ങൾ ബേസ്മെന്റിലായിരുന്നു ഫസ്റ്റ്. അപ്പൊ നമ്മുടെ റെന്റ് കുറവായിരുന്നു, പക്ഷെ നമ്മൾ അത്ര കംഫർട്ടബിൾ അല്ലല്ലോ. അപ്പൊ നമുക്ക് ജോലി കിട്ടി, ഫുൾ ടൈം ഒക്കെ ആയി, ആ ഒരു ഇതിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ബേസ്മെന്റിൽ നിന്ന് ഞങ്ങൾ അപ്പർ ലെവലിലേക്ക് മാറി. അപ്പൊ കുറച്ചുകൂടെ ലൈഫ് നല്ലയാവാൻ തുടങ്ങി. കാരണം അല്ലെങ്കിൽ ഈ വിന്റർ ഒക്കെ വരുമ്പം ബേസ്മെന്റിലാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര പാടായിരുന്നു ഫസ്റ്റ് കുറച്ച് മാസം. ശരിക്കും 1 ഇയർ ഞങ്ങൾ ബേസ്മെന്റിൽ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു, എനിക്ക് കുറെ അപ്പം ഉണ്ടല്ലേ, സാരില്ല, സോറി, നിങ്ങളതൊക്കെ ഇങ്ങോട്ട് ക്ഷമിക്കുക. ഞാൻ എന്താ പറയാ, ഒരു പ്രൊഫഷണൽ ബ്ലോഗർ ഒന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ കാഷ്വലി പറയുന്ന പോലെ ഞാൻ മാക്സിമം പ്രൊഫഷണൽ ആകാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും ഇങ്ങനെയൊക്കെയാണ്. നെക്സ്റ്റ് അപ്പത്തിന് പറയാൻ നെക്സ്റ്റ് പറയാട്ടോ. ആ ഫ്ലോ അങ്ങോട്ട് പോയി. രണ്ടാമത്തെ കാര്യം, അപ്പം ഞാൻ പറഞ്ഞല്ലോ ബേസ്മെന്റിൽ നിന്ന് മാറി അപ്പർ ലെവലിലേക്ക് വന്നു. അപ്പൊ നമ്മളുടെ റെന്റ് കുറച്ചും കൂടെ കൂടി, റെന്റ് കൂടും. ഓക്കെ, അതൊരു കാര്യം. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് മൂവ് ചെയ്ത്, ആ ഒരു സിറ്റിയിൽ നിന്ന് മൂവ് ചെയ്ത് വേറൊരു സിറ്റിയിലേക്ക് വന്നു. ഇവിടെ അപ്പൊ ഞങ്ങൾ നോക്കി, ഇവിടെ അപ്പൊ ഞങ്ങൾ റെന്റിന് നിന്നപ്പോ റെന്റ് കുറച്ച് കൂടുതലാണ്. ഞങ്ങൾ 2 റൂം പ്രിഫർ ചെയ്തു, അതുപോലെ വാക്കൗട്ട് ബേസ്മെന്റും അങ്ങനെ കുറച്ചൊരു നല്ല ബാക്ക് യാർഡ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു പ്രിഫർ ചെയ്തത്. ആ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി, എന്തുകൊണ്ട് നമുക്കൊരു വീട് വാങ്ങിച്ചൂടാ. ഈ മോർഗേജ് എന്ന് പറയുന്നത് റെന്റിന് കൊടുക്കുന്ന ആ ഒരു പൈസ മോർഗേജിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വലിയ വലുതൊന്നും അല്ലാത്ത ഒരു നോർമൽ ഒരു സാധാരണ ഒരു വീട് വാങ്ങിച്ചു. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഇതിലേക്ക് എക്സ്പെൻസ് പോകും. ഇതാണ് ഞാൻ പറഞ്ഞ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ആ ഒരു ഇതനുസരിച്ചായിരിക്കും നമ്മൾ എത്ര നമ്മൾ സേവ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.
അപ്പൊ റെന്റ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ ഇത് മോർഗേജ് നമ്മുടെ ഓൺ ഹൗസിലേക്കാണ് പോകുന്നത്. എങ്കിൽ പോലും നമ്മുടെ ഡൗൺ പേയ്മെന്റ്, വീടിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ബാക്കി കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് എക്സ്പെൻസ് ആണ്. ചിലർക്കൊക്കെ നമ്മൾ എന്താ പറയാ, നാട്ടിൽ നമുക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ ചിലർ നാട്ടില് പ്രോപ്പർട്ടി ഒക്കെ വിറ്റിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പൊ അവർക്ക് എന്താ പറയാ, വേറെ റോളിങ്ങിന്റെ ആവശ്യം വരത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ചുകൂടെ ഫിനാൻഷ്യലി ഫ്രീ ആണ്. അപ്പം അല്ല വേറെ കടങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഡിപ്പെൻസ് ചെയ്തിരിക്കും നമ്മുടെ സേവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇതൊന്നും ഇല്ല, ഇപ്പം ഒരാൾ സിംഗിൾ ആണ്, ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആണ്, ഫുൾ ടൈം ജോലിയുണ്ട്, വേറെ എന്താ പറയാ ചെലവില്ല, വീടില്ല, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ളവരൊക്കെ ഷെയ്ഡ് റൂമിലൊക്കെ നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ റൂമിൽ ഒരു 600 ഒക്കെ റെന്റ് കൊടുത്തൊക്കെ നിൽക്കുന്നവരുണ്ട്. അവർക്കിപ്പം എന്താ പറയാ നല്ലതായിട്ട് സേവ് ചെയ്യാൻ പറ്റും. കാരണം എന്നിട്ട് ഈ സേവിങ്സ് വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ പിന്നെ വീട് വാങ്ങുമോ, നാട്ടിലേക്ക് ഇടുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നവര് എനിക്ക് തോന്നുന്നു ഇവിടെ കുറവാന്ന് തോന്നുന്നു. കാരണം കൂടുതലും നമ്മൾ വന്നു കഴിഞ്ഞാൽ PR ഒക്കെ കിട്ടിയ ഫാമിലിയെ കൊണ്ടുവരും. നമ്മൾ ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യുവാണല്ലോ കൂടുതൽ ചെയ്യുന്നത്. ഇപ്പൊ വീടൊരു ചെലവ്. പിന്നെന്ന് പറയുന്നത് കാർ. നമ്മൾ എടുക്കുന്ന കാർ, അത് ഏതിത്, നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങുവാണോ, ലീസാണോ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാറാണോ, അതിന്റെ ഇൻഷുറൻസ് അടവുണ്ടോ, ഇതൊക്കെ എന്താ പറയാ, ഇതെല്ലാം നമ്മുടെ ഈ എക്സ്പെൻസിൽ ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെയുള്ള പലരും സേവിങ്സ്, നമ്മള് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സേവിങ്സ് പ്ലാനിൽ ചേരും. അതായത് RSP, അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരുടെ ഏതായിരുന്നു മറന്നു, എനിക്കതിന്റെ എപ്പോഴും RSP മറന്നുപോയി കേട്ടോ. വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് പറയും, വേണ്ട അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതുപോലെ എല്ലാവർക്കും ഇൻഷുറൻസ്, ചിലപ്പോൾ ഈവൻ ഹോസ്പിറ്റലിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ക്രിട്ടിക്കൽ കെയർ ഇൻഷുറൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നവരുണ്ടാവും. പിന്നെ ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന് വേണ്ടിയിട്ടുള്ളത് FHS, അങ്ങനെ സേവിങ്സ് റിലേറ്റഡ് കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ കുറച്ചൊരു മണി അതിലേക്ക് പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും നമ്മുടേത്. പിന്നെ നമ്മുടെ പിള്ളേര്, നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ ഡേ കെയറിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഡേ കെയർ ഫീ കൊടുക്കണം. അതേസമയം സ്കൂളിലാണെങ്കിൽ നമുക്ക് ഫീ വേണ്ട, നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ്സ് കിട്ടും. അപ്പം ഇങ്ങനെ പല കാര്യങ്ങള് നമ്മുടെ ഒരു സേവിങ്സിനെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് എങ്ങനെ, നമ്മുടെ പേഴ്സണലി നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചിലവുകൾ അറിയാലോ, ആ ഒരു ഇത് അങ്ങനെ ഇതെല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരാൾക്ക് ഒരു 5 ലക്ഷം ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു 3 ചിലവ് കാണുമായിരിക്കും. ബാക്കി വേറെ കാര്യങ്ങൾക്കായിട്ട് തന്നെയുള്ളവർക്ക് അത്രയും ആയിരിക്കില്ല. അങ്ങനെ അതേസമയം 2 പേര് ഷെയർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി 2 പേരും ഒരേപോലെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഇൻകം കാണും. നമ്മൾ വാങ്ങുന്ന വീടിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിനെ പറ്റിയുള്ള എനിക്ക് ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ കേട്ടോ. ഇതൊന്നും അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അറിവുള്ളവർ കമന്റ് ഇടണം കേട്ടോ. എനിക്ക് വേണ്ടിയല്ല, എന്ന് വെച്ചാൽ ഇത് കാണുന്ന വീഡിയോസ് കാണുന്നവരും നാട്ടിലൊക്കെ ഇരുന്നിട്ട് വീഡിയോസ് കാണുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു പിള്ളേരെയൊക്കെ, അത് മമ്മിമാരും പപ്പാമാരും അങ്ങനെയൊക്കെ ഉള്ളവരും കാണുന്നുണ്ട്. അപ്പം പിള്ളേരെ സ്റ്റുഡൻസിലൊക്കെ RP-നായിട്ടൊക്കെ വിടുന്നവരുണ്ട്. അപ്പൊ അവർക്കൊരു കാൽക്കുലേഷൻ, അല്ലെങ്കിൽ അവർക്ക് ജെന്യുവിനായിട്ട് അറിയാൻ വേണ്ടിയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ, ചെറിയ വീഡിയോ ആണ്. അപ്പം നിർത്തുന്നു. ബൈ. പിന്നെ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം കേട്ടോ.